ദ്വായങ്ങളില്ലയോ? അതുകൊണ്ടാണ് നബി തങ്ങൾ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു ദുആയുണ്ട്, നമ്മൾ പഠിച്ചു വെക്കണം. മഹാനായ അല്ലാമ ഇമാം ഇബ്നു സുന്നി അവരുടെ കിതാബ് അമലുൽ യൗമി വൽ ലൈലയിൽ വളരെ സ്വഹീഹായ സനദോടുകൂടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നു, ഇദസ്തൈഖല അഹദുകും ഫൽയഖുൽ, നേരം വെളുത്ത് എഴുന്നേറ്റാൽ നമ്മൾ പറയണം. എന്ത് പറയണം? ചെറിയ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അല്ലേ? ആ ദിക്ർ എല്ലാവരും ചൊല്ലാറില്ലേ? ഇന്ന് ചൊല്ലിയൊക്കെ ഒന്ന് കൈവക്കിയാട്ടെ. നേരം എത്തുമ്പോൾ ചൊല്ലിക്കണമെന്നാണ്. വെറുതെ കൈവക്കേണ്ട സമ്മാനമൊന്നുമില്ല, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇന്ന് പോയി ചൊല്ലിയവരെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമ്മാനം ഇല്ലായിരുന്നപ്പോൾ കൈ പോയല്ലോ. ഒരാളെ കാണുന്നു, രണ്ടാൾ മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ. പെണ്ണുങ്ങളൊന്നും ചൊല്ലിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് ചൊല്ലിയവരൊക്കെ ഉണ്ട്, ആണുങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ട്. മാഷാ അല്ലാ. എൻ്റെ കൂട്ടത്തിൽ ഒരു ദിക്റും കൂടെ പഠിച്ചോളൂ. ഇന്ന് നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എഴുന്നേറ്റാൽ പറയണം, അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വഅഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രിഹി അഷ്ഹദു അന്നല്ലാഹ യുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ നമ്മൾ ചൊല്ലണമെന്ന് ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദസ്തൈഖദ അഹദുകും ഫൽയഖുൽ, ഉണർന്നാൽ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നിങ്ങൾ പറയണം, അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി, എൻ്റെ ആത്മാവ് എനിക്ക് തിരിച്ചു തന്നവനെ അല്ലാഹുവേ നിനക്ക് സ്തുതി. എൻ്റെ റൂഹിനെ നീ പിടിച്ചു വെച്ചിരുന്നു. ഉറക്കത്തിൽ അങ്ങനെയാണ്. ഉറക്കത്തിൽ മരിക്കേണ്ടവർ ആ റൂഹിനെ പിടിച്ചു വെക്കും, പിന്നെ തിരിച്ചു വിടൂല. ഉറക്കത്തിന് എഴുന്നേൽക്കണമെന്ന് അല്ലാഹു നിശ്ചയിച്ചവർക്കാണ് റൂഹിനെ തിരിച്ചു വിടുന്നത്. അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി, എൻ്റെ ആത്മാവിനെ തിരിച്ചു തന്നവനെ അല്ലാഹുവേ നിനക്ക് സ്തുതി. വആഫാനി ഫീ ജസദി, എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയവനെ അല്ലാഹുവേ നിനക്ക് സ്തുതി. രാവിലെ എഴുന്നേറ്റു, ആരോഗ്യത്തിന് കാര്യമായ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. വഅദിന ലീ ബിദിക്രിഹി, നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിച്ചുവല്ലോ. ഉണർന്നപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ എന്നെ അനുവദിച്ചല്ലോ, അല്ലാഹുവേ നിനക്ക് സ്തുതി. അഷ്ഹദു അന്നല്ലാഹ യുഹ്യിൽ മൗതാ, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് അല്ലാഹുവെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവൻ തന്നെയാണ്. ഇത് നിങ്ങൾ പറയാൻ മറക്കരുതേ. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം പറയേണ്ട ദിക്റാണത്. അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വഅഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രി അഷ്ഹദു അന്നല്ലാഹ യുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്ന് ചൊല്ലി നോക്കൂ, ചൊല്ലിത്തരാം. ഒരു ചൊല്ലണേ, അൽഹംദുലില്ലാഹില്ലദീ. എന്താണ് ജാതിയൊക്കെ പോയപ്പോൾ എന്തായിരുന്നു സൗണ്ടും ആ സിന്ദാബാദൊക്കെ. ഇന്ന് സൗണ്ടൊക്കെ പോയോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒക്കെ പോയോ? സൗണ്ടൊക്കെ പോയോ? ഉറക്ക ചൊല്ലല്ലേ? ഉറക്കൊക്കെ ഒന്ന് പോയി ഉഷാറാവാൻ. അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രിഹി അഷ്ഹദു അന്നല്ലാഹ യുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടെ, അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രിഹി അഷ്ഹദു അന്നല്ലാഹ യുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇനിയിപ്പോൾ പഠിച്ചവരൊന്ന് കൈവക്കിയാട്ടെ. ഒറ്റക്ക് പറയാൻ കഴിയും ധൈര്യമുള്ളവർ, അത് സമ്മാനം ഉണ്ടാവേ. ഒരാൾക്കൊക്കെ സമ്മാനം തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേട്ടിട്ടുള്ളൂ, അങ്ങനെ പഠിച്ചു. ഉസ്താദ്മാർക്ക് ഉണ്ടാവില്ല കേട്ടോ, അവർക്കത് എളുപ്പമായിരിക്കും. അല്ലാത്തവരൊന്ന് കൈവക്കിയാട്ടെ. ആരെങ്കിലും ഓർമ്മയുള്ളവരുണ്ടോ? അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രിഹി അഷ്ഹദു അന്നല്ലാഹ യുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറിയുന്നവരൊന്ന് കൈവക്കിയാൽ മതി, കാണാതെ പറയാൻ കഴിയുന്നു. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഫുള്ളായിട്ടില്ല. അപ്പോൾ പഠിക്കാം. ഇൻഷാ അല്ലാഹ് സമ്മാനം
ആക്കാന്നൊക്കെ പ്ലാനിലുണ്ട്. അത് പെട്ടെന്ന് പഠിക്കുന്നവർക്കാണ്. അവിടെ ഇനി ഒന്നും കൂടെ വരുന്നുണ്ട്, അപ്പോൾ ആക്കാം ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയാൻ കാരണം, നമ്മൾ ജനിക്കുകയാണ് ഒരു മരണത്തിനു ശേഷം. നമ്മൾ എത്ര പേരങ്ങനെ ഓർക്കാറുണ്ട്? ഓർക്കുന്നത് ഉമ്മാ ചായ ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് വേറെ കുട്ടികൾ. അത് ചോദിക്കാനൊരു ആഫിയത്ത് അല്ലാഹു തന്നില്ലേ, ഉണർന്നില്ലേ? നമ്മൾ ചിന്തിക്കാറുണ്ട്, റബ്ബേ എവിടെയായിരുന്നു എൻ്റെ ആത്മാവ്, തിരിച്ചു വന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ പറയുമായിരുന്നു, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ, അല്ലെങ്കിൽ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂതു. രണ്ട് നിലക്കും റിവായത്ത് വന്നിട്ടുണ്ട്. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ എന്ന് നബി തങ്ങൾ ദുആ ഇറക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് റൂമിലേക്ക് വരുമ്പോൾ അന്ന് വിളക്കുകളില്ല, വെളിച്ചമില്ല. നബി തങ്ങൾ വിരിപ്പ് കുടയുമായിരുന്നു. തുണിയുടെ കോന്തല കൊണ്ട് നിബിതങ്ങൾ വിരിപ്പിനെ തട്ടിയിട്ട് വൃത്തിയാക്കുമായിരുന്നു. എന്നിട്ട് നിബിതങ്ങൾ പറയാൻ പഠിപ്പിച്ചു, പറയണം, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ഇത് ബഹുഭൂരിഭാഗം ആളുകളും പഠിച്ചു വെച്ചൊരു ദുആ ആയിരിക്കും അല്ലേ? ഇതറിയുന്നൊരു കൈബുക്കിയാട്ടെ, പഠിച്ചിട്ടുണ്ട്, മുമ്പ് കേട്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്. 3 ആളുള്ളൂ ചേളന്നൂരില്. ഇങ്ങോട്ട് എന്താ ശരിക്കും പറയാ? ചേളന്നൂരിനല്ലേ? ഇച്ചന്നൂർ അല്ലേ? കണ്ണങ്കര. 2-3 പേരുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. കണ്ണങ്കര. ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ നാമത്തിൽ. ശരിക്കും ആലോചിച്ചാണ്ടല്ലോ ശരിക്കും ഉറക്കം വരൂല. ഈ അർത്ഥം ആലോചിച്ച് ചൊല്ലിയാലേ എന്തായി പറയണത്? ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ കിടക്കുകയാണ്. വദഅതു ജംബി, എൻ്റെ ശരീരഭാഗം ഞാൻ ഈ ബെഡിൽ വെച്ചിരിക്കുകയാണ്. ശരീരം വലത്ത കിടക്കണം. മയ്യത്തിനൊക്കെ അങ്ങനെ കൊണ്ടുപോയി കിടത്ത ഖബറിൽ. ഉറങ്ങുമ്പോൾ തലയണൻ്റെ താഴെ കവിളിൽ വലത് കൈയിൻ്റെ ഉൾഭാഗം വലത് കവിളിൽ വെച്ചിട്ടാണ് ഉറങ്ങേണ്ടതെന്നാണ്. ആണും പെണ്ണൊക്കെ അങ്ങനെ, അതാണ് ദ ഡിസൈർഡ് പൊസിഷൻ ഓഫ് സ്ലീപ്പിംഗ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാരമില്ല, പറ്റുന്നവരങ്ങനെയാണ് ചെയ്യേണ്ടത്. വലത് ഭാഗത്ത്. പിന്നെ ഉറക്കത്തിൽ ചെരിഞ്ഞു മറിഞ്ഞെന്നൊക്കെ വരും, ഒന്നും കുഴപ്പമില്ല. കിടക്കുമ്പോൾ വലതു ഭാഗത്തേക്കാണ് ചുരിഞ്ഞ് കിടക്കേണ്ടത്. അതൊരു ഖിബിലയിലേക്കും കൂടെ കിട്ടുന്ന വിധത്തിൽ നമ്മുടെ ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ വണ്ടർഫുൾ. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കട്ടിലൊന്നും നീക്കി പൊട്ടിക്കണ്ട, ഉള്ള പോലെ കിടന്നോട്ട് എന്ത് ചെയ്യുക, വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക. ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ നാമം ഉച്ചരിച്ചിട്ട് ഞാനിതാ എൻ്റെ ശരീരഭാഗം കിടത്തി വെച്ചിരിക്കുകയാണിവിടെ. ഞാൻ എന്നെ കിടത്തിയിരിക്കുകയാണ് റബ്ബേ. നീ തരുന്ന കഴിവ് കൊണ്ടായിരിക്കും റബ്ബേ ഞാനിനി ഇതിനെ എഴുന്നേൽപ്പിക്കുന്നത്. ഇപ്പൊ കിടക്കല്ലേ, നീ രാവിലെ എഴുന്നേൽക്കുന്നത് നീ തരുന്ന കഴിവ് കൊണ്ടാണ്. വബിക അർഫഉഹു. നീ നോക്കൂ എന്താ പറയണത്? ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ, ഈ ഉറക്കത്തിലെങ്ങാനും നീ എൻ്റെ റൂഹിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ, നീ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ, ഫർഹംഹാ, എൻ്റെ ശരീരത്തോട് റഹ്മത്ത് ചെയ്യണേ റബ്ബേ. ഈ ഉറക്കത്തിലെങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം. വഇൻ അർസൽതഹാ, എൻ്റെ റൂഹിനെ നീ പിടിച്ചു വെച്ച് എനിക്ക് ഉണരാൻ വേണ്ടി നീ തിരിച്ചു തരികയാണെങ്കിൽ, ഫഹ്ഫദ്ഹാ, എൻ്റെ ശരീരത്തെ നീ സംരക്ഷിക്കണേ. ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങളെ നീ സംരക്ഷിക്കുന്ന പോലെ നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു മരണമാണിത്. അതുകൊണ്ടാണ്